ബി.ജെ.പി ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം ഭരിക്കുകയും വേണമെന്നാൽ ഭരിക്കാൻ കൂടെ നിൽക്കേണ്ടവർ നിൽക്കുന്നുമില്ല. പോകാൻ തീരുമാനിക്കുന്നവരെ ആവാഹനവും ഉച്ചാടനവും ഒക്കെ നടത്തി തിരികെ കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി. ഇതാ രാജ്യഭീഷണിയുമായി ബി.ജെ.പിക്ക് വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ മന്ത്രിയും ആദിവാസി നേതാവുമായ നഗർ സിംഗ് ചൗഹാൻ. കോൺഗ്രസ് വിട്ടെത്തിയ രാം നിവാസ് റാവത്തിന് നൽകാനായി വനം പരിസ്ഥിതി വകുപ്പിന്റെ ചുമതലയിൽ നിന്നും തന്നെ നീക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യഭീഷണിയുമായി എത്തിയിരിക്കുന്നത്. താൻ മാത്രമല്ല ഭാര്യ അനിത നഗർ സിംഗ് ചൗഹാൻ പാർലമെന്റ് അംഗത്വം രാജിവെക്കുമെന്നും ഭീഷണിയുണ്ട്. വകുപ്പുകൾ തിരിച്ചെടുത്തതിന് പിന്നാലെ പ്രതിഷേധം പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. ആദിവാസി മുഖം എന്ന നിലയ്ക്കാണ് വനം പരിസ്ഥിതി SC വകുപ്പുകൾ നൽകി എന്നെ മന്ത്രിസഭയിലെടുത്തതെന്ന് നഗർ സിംഗ് പറഞ്ഞു. വനം പരിസ്ഥിതി വകുപ്പുകളിൽ ആദിവാസികൾക്കായി കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ എനിക്കാകുമായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു നാൾ കോൺഗ്രസിൽ നിന്നും വന്ന ഒരാൾക്ക് തന്റെ വകുപ്പുകൾ എടുത്തു കൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അലിരാജ്പൂരിൽ BJP കൊടി പിടിക്കാൻ ആളില്ലാത്ത കാലം തൊട്ട് താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നഗർ സിംഗ് ചൗഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി BJPയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇയാൾ. പുതിയ നീക്കത്തിൽ നിരാശയുണ്ടെന്നും അടിത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്ന ഒരു BJP പ്രവർത്തകന്റെ വകുപ്പ് കോൺഗ്രസ് നേതാവിന് നൽകിയിരിക്കുകയാണെന്നും എന്റെ സമൂഹത്തെ സേവിക്കാൻ എനിക്ക് മന്ത്രിസ്ഥാനത്തിന്റെ ആവശ്യമില്ല എന്നും വെറും MLA ആയ മതിയെന്നും അദ്ദേഹം പറയുകയായിരുന്നു. കേന്ദ്ര കാർഷിക മന്ത്രിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാന്റെ വിശ്വസ്തനാണ് നഗർ സിംഗ് ചൗഹാൻ. 2003 മുതൽ 4 തവണ അലിരാജ്പൂരിൽ നിന്നുമുള്ള MLA കൂടിയാണ് അദ്ദേഹം. ഇതാദ്യമായാണ് മന്ത്രിസഭയിൽ ഇടം ലഭിക്കുന്നതും. രത്ലമിലെ ST സീറ്റിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കന്തിലാൽ ഭൂരിയെ 2.07 ലക്ഷം വോട്ടിന് തോൽപ്പിച്ചായിരുന്നു ഭാര്യ അനിത ഇത്തവണ പാർലമെന്റിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ സുപ്രധാനമായ 2 വകുപ്പുകൾ നഗർ സിംഗ് ചൗഹാനിൽ നിന്നും തിരിച്ചെടുത്തിരുന്നു. വനം പരിസ്ഥിതി വകുപ്പുകളുടെ ചുമതലയിൽ നിന്നുമാണ് നീക്കിയത്. 6 തവണ കോൺഗ്രസ് MLA ആയിരുന്ന രാം നിവാസ് റാവത്തിനായിരുന്നു ഈ വകുപ്പുകൾ നൽകിയത്. നിലവിൽ പട്ടികജാതി ക്ഷേമ വകുപ്പുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ഇതിപ്പോൾ കോൺഗ്രസിനെ ചതിച്ചെത്തിയവരെ ഒന്ന് സുഖിപ്പിച്ചു വരുമ്പോഴേക്കും BJPക്ക് സ്വന്തം പാർട്ടി പ്രവർത്തകരെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ത്രാസ് തുല്യമാക്കി ഒന്നിച്ചു കൊണ്ടുപോകാൻ ചില്ലറ പാടൊന്നുമല്ല BJPക്കുള്ളത്. എന്നാലും ഞങ്ങൾ ഒന്നാണെന്ന വീമ്പ് പറയാൻ മാത്രം യാതൊരു മടിയുമില്ല.